ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് കാണിക്കുന്നത്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young. രാവിലെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആവാനായപ്പോഴാണ് കേട്ടോ ഞാൻ ഒരു വ്ളോഗ് എടുത്ത് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ഞാൻ എണീറ്റപ്പം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടി നോക്കലുണ്ട്. പക്ഷേ അന്ന് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്നേ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. ഭയങ്കര മടിയെന്നു കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒന്നും ചെയ്യാൻ തോന്നണില്ല, തീരെ പ്രൊഡക്റ്റീവ് അല്ല, എന്തൊക്കെയോ മടിയും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഞാനങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഒന്നും ചെയ്യാനില്ലാഞ്ഞിട്ടൊന്നല്ല കേട്ടോ, എനിക്കന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അന്നല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, കൊറിയർ ചെയ്യാനും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ എണീറ്റിൻ്റെ മോർണിംഗ് റൂട്ടീൻസും ഫ്രഷ് ആവലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ തന്നെ ഇനി കുളിച്ചാൽ കുറച്ച് എനർജിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മടിയുള്ള ദിവസമൊക്കെ അങ്ങനെ എണീറ്റ് പാടിനെ കുളിക്കും. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടും എനിക്ക് രാവിലെ എണീറ്റപ്പോൾ അതേ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു, ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം വെറുതെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് കേട്ടോ, ഒരു 11 മണിയാവാനായി. ഇപ്പോൾ 10 കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വെറുതെ ഇരിക്കുന്നില്ല. കാരണം വീഡിയോയിൽ കാണിക്കാൻ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണ്ടേ, വെറുതെ മടി പിടിച്ചിരിക്കണതൊന്നും വീഡിയോയിൽ കാണിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അധികം ഇങ്ങനെ മടി പിടിച്ചിട്ടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, അത് മറികടക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യാനുള്ളത്. ക്യാമറ അവിടെ ഓണാക്കി വെച്ചാൽ പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ചെയ്യും. പിന്നെ അതൊരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേനും എൻ്റെ മടി ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലവർക്ക് നല്ലോണം ഫ്രഷായി ഡ്രസ്സപ്പ് ചെയ്ത് ഒന്ന് മേക്കപ്പ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ മടിയൊക്കെ പോയിട്ട് ഒരു എനർജി കിട്ടിയ പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് നേരം പുറത്ത് പോയിരുന്നാൽ ഒന്ന് ഒരു ആക്റ്റീവായ പോലെ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ യൂട്യൂബ് വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണ മെത്തേഡ് ഇത് തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ചെയ്യാനുണ്ടായിട്ടും ചെയ്യാതിരിക്കണ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോണും ഒക്കെ സെറ്റാക്കി വെക്കും. പിന്നെ അതിൻ്റെ ബാക്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യും. ഇത് പിന്നെ എല്ലാവർക്കും നോർമലായിട്ടുള്ളൊരു കാര്യമാണല്ലോ, എന്നും ഇപ്പോൾ ഒരേപോലെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് എന്നും ഞാൻ പ്രൊഡക്റ്റീവ് ആണെന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നല്ല, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിലാണ് അധികം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യലും ഷെയർ ചെയ്യലും. അല്ലാതെ സാധാരണ ഇതേപോലത്തെ മടിയായിട്ടുള്ള ദിവസങ്ങളും ഒന്നും ചെയ്യാതിരിക്കണതും ഒക്കെ ഉണ്ടാവും. എല്ലാം മിക്സ് ആയിട്ടുള്ളതാണല്ലോ. സോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഓവർകം ചെയ്ത് വരികയാണ് നമ്മൾ വേണ്ടത്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, ചെയ്യണോ ചെയ്യണ്ടേ, വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു മൈൻഡ് ഇക്കാരം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയാം, അതായത് ചെയ്യണമെന്ന് എനിക്കറിയാം, ചെയ്യലും മസ്റ്റാണ്. പക്ഷെ എന്നാലും ഇന്ന് വേണോ അല്ലെങ്കിൽ നാളെ പോരേ അങ്ങനെ കാര്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ അങ്ങോട്ട് ആലോചിച്ച് കൂട്ടാതെ വെക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ചെയ്യണോ, ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, നാളെ ഇല്ലേ, അങ്ങനെ കുറേ എക്സ്ക്യൂസസ് നമ്മൾ തന്നെ ആലോചിച്ച് കൂട്ടും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളതൊന്ന് തുടങ്ങി വെച്ചാൽ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവും. കുറേ ആലോചിച്ച് ഇങ്ങനെ വേണോ വേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പ്രശ്നം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 5 സെക്കൻഡ് റൂൾസ് പോലത്തെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ എനിക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാൻ വേഗം എണീറ്റ് വന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും അന്ന് ചെയ്യാനില്ല, സാധാരണ ഒരു ദിവസമാണ്. പക്ഷേ ഇങ്ങനെ ഒരു മടി തോന്നുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇടയ്ക്കൊക്കെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നതും നമ്മളെ ബ്രെയിനിന് നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റീവായിട്ടും ഫോക്കസ്ഡ് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. സോ ഓവർവെൽമഡ് ആയിട്ട് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ മടിയൊക്കെ തോന്നണുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ പ്രൊഡക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ.
അങ്ങനെ ഇതാ ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മിനി പോളറോയിഡ്സ് ആണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത്. എല്ലാം ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. സോ അതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് ഇന്ന് കൊറിയർ ചെയ്യാം, അല്ലെങ്കിൽ നാളെ കൊറിയർ ചെയ്യാം, അങ്ങനെയാണ്. ഇത് ഇന്ന് തീരുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് എനിക്കിങ്ങനെ ഇത്രയും ഓർഡേഴ്സ് കിട്ടണത്, അവർക്കൊന്നും തീരെ ഓർഡേഴ്സ് കിട്ടണില്ല, സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഇത് തന്നിട്ടുള്ള കസ്റ്റമർ എൻ്റെ ഒരു റെഗുലർ കസ്റ്റമർ ആണെന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ഓൾറെഡി 2-3 ഓർഡേഴ്സൊക്കെ തന്നിട്ടുള്ളതാണ്. ആദ്യം സാധാരണ ഒരു സെറ്റ് മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നല്ലോണം ഇഷ്ടമായി, അതിൽ സാറ്റിസ്ഫൈഡ് ആയതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെയും ഓർഡേഴ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒരു തരുമ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ തരും. പിന്നെ അതേപോലെ കുറേ പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതായത് ഇത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടും അങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ ചിലപ്പോൾ ചോദിക്കുമല്ലോ എവിടുന്നാന്നുള്ളത്. അപ്പോൾ നമ്മളെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെയും കുറച്ച് ഓർഡേഴ്സ് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്റ്റ്സ് ഇപ്പോൾ കുറേയൊന്നും ഇല്ലെങ്കിലും കുറച്ചല്ലേ ഫസ്റ്റ് ഓർഡർ കിട്ടുള്ളൂ. കുറച്ചാണെങ്കിൽ പോലും ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഫിനിഷിങ്ങിലും നല്ല ക്വാളിറ്റിയിലും ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വേറെ ഓർഡേഴ്സ് അയിമന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ കാണലുണ്ട് കേട്ടോ. ഇപ്പോൾ പേജ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ നമ്മൾ ചെയ്യണ പോസ്റ്റ്, നമ്മൾ ഇടുന്ന പോസ്റ്റും ചെയ്യണ വർക്കൊക്കെ അത്ര ഫിനിഷിങ് ഇല്ലാത്തതായിരിക്കും. നമുക്കറിയാലോ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രാഫ്റ്റ് വർക്ക് അറിയാത്ത ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് വരണേന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യാനൊന്നും നിൽക്കരുത്. കുറച്ചൊക്കെ നമ്മൾ ചെയ്ത് നമ്മളെ ഫോട്ടോസ് പ്രിൻ്റ് ചെയ്തൊക്കെ ചെയ്ത് പഠിച്ച് ഒന്നൊരു ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലൊക്കെ ചെയ്യാൻ വേണ്ടി പഠിക്കണ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് തന്നെ തോന്നണം നമ്മളെ പ്രോഡക്റ്റ്സ് നമുക്ക് പൈസ കൊടുത്ത് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും, ഒരാൾക്ക് വാങ്ങുന്നതിന് അയാൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നണ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ വേണം കേട്ടോ ശരിക്കും നമ്മൾ സെയിൽ ചെയ്യാൻ. ഇതിപ്പോൾ കുറേ ദിവസമൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ വലിയ കാര്യമൊന്നുമല്ലല്ലോ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെയ്യുന്ന പ്രോഡക്റ്റ്സിൽ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് തന്നെ തിരിച്ച് ഓർഡർ കിട്ടും. അപ്പോൾ ഞാൻ ഈ പോളറോയിഡ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സൈസും ക്വാളിറ്റിയും മോഡലും എല്ലാം ചോദിച്ചിട്ട്, സാധാരണ ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഒന്നും അധികം ആൾക്കാരും ചോദിക്കലില്ല. നമ്മൾ ഫോട്ടോസും സൈസൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ ആ ഒരു കസ്റ്റമർ എല്ലാ ഡീറ്റെയിൽസും, ഇത് ഏത് പ്രിൻ്റാണ് ചെയ്യണത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ മുന്നേ വേറൊരു പേജിൽ നിന്ന് ഒരു ഓർഡർ ചെയ്ത സമയത്ത് പോളറോയിഡ്സ് തന്നെയായിരുന്നു. അപ്പം കയ്യിൽ കിട്ടിയ സമയത്ത് ആ കണ്ട സാധനമേ അല്ല. ഈ വൈറ്റ് ബോർഡറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സൈസ് വേറെ, ചിലപ്പോൾ മുകളിൽ വൈറ്റ് ബോർഡർ ഇല്ല, ചിലപ്പോൾ താഴെ ഇല്ല. പിന്നെ ഫോട്ടോസിന് തന്നെ കുറേ ഫോട്ടോക്ക് തലയില്ലാതെ, അതായത് ഒരു എഡിറ്റ് ചെയ്ത സമയത്തുള്ള മിസ്റ്റേക്കാണ്. ഫോട്ടോൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യണമല്ലോ. അത് ചെയ്യാതെ പ്രിൻ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒരാൾക്ക് തല ഉണ്ടെങ്കിൽ വേറൊരാൾക്ക് തലയില്ല. അതായത് ആ ഹൈറ്റ് ഡിഫറൻസ് വരുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ പിന്നെ ക്വാളിറ്റി ഇല്ല, അങ്ങനെ എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ ശരിക്കും ആലോചിച്ചു, നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യുമ്പോൾ നമുക്കറിയാലോ നമ്മൾ എന്ത് പ്രോഡക്റ്റാണ് വേറൊരാൾക്ക് കൊടുക്കാൻ പോണേന്നുള്ളത്. നമ്മൾ കണ്ണടച്ചിട്ടൊന്നുമല്ലല്ലോ ഇത് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും നമുക്കൊരാളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് എങ്ങനെ വേറൊരാൾക്ക് സെയിൽ ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ ആലോചിച്ച്, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഓർഡർ തരും. ആ കൊടുത്ത ആൾക്കാരുടെ അടുത്തൊന്നും കിട്ടില്ല, വേറെ ആർക്കും സജസ്റ്റ് ചെയ്യൂല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയണത്, നമ്മൾ ചെയ്യണത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരണം. നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ വിചാരിക്കണ പോലെയുള്ള ഒരു ലെവലിൽ നമ്മളെത്തും. കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഇപ്പോൾ ഞാൻ മിനി പോളറോയിഡ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സെറ്റാണുള്ളത്. ഇതിപ്പോൾ പാക്ക് ചെയ്യാൻ പോണതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് കസ്റ്റമറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. ഒരു റഫായിട്ടുള്ള ഫോട്ടോ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട. എന്നിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓരോന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ബാക്കി പേയ്മെൻറ്റ് ചോദിക്കുക. അഡ്വാൻസ് ഞാൻ വാങ്ങും. അഡ്വാൻസ് വാങ്ങി കഴിഞ്ഞിട്ടുള്ള ബാക്കി പേയ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അത് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് ചോദിക്കുക. ഷിപ്പിംഗ് ചാർജൊക്കെ അതിൽ ഇൻക്ലൂഡാണ്. എന്നിട്ട് ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയതിൻ്റെ ശേഷമേ ഞാൻ അത് കൊറിയർ ചെയ്യുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യും. കാരണം കൊറിയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യലുള്ളത്. ഇതിപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്ന
കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഓർക്കും നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഒരു ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ അത് സാധാരണ പാക്ക് ചെയ്യുന്ന പോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരാൾക്കുള്ളതാന്ന് പറഞ്ഞല്ലോ. ഡിഫറെൻറ്റ് ബോക്സിലാണ്, പക്ഷേ ഒരു അഡ്രസ്സ് തന്നെയാണ്. അങ്ങനെ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അഡ്രസ്സും കൂടെ എഴുതി ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ പോയിട്ട് കൊറിയർ ചെയ്യാന്നുള്ളത്. കാരണം ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ പിന്നെ നമുക്ക് നേരം വൈകും. അപ്പോൾ ഞാൻ പിന്നെ വേഗം പോയി റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. എനിക്കിത് മാത്രമേ ഇന്ന് അയക്കാനുള്ളൂ കേട്ടോ. ഇന്ത്യ പോസ്റ്റ് വഴിയാണ് അയക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചെറിയ സ്ലിംഗ് ബാഗാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേ മുന്നിൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതിനു പണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ അതേപോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Our hearts beat to the city streets. We began to feel the fire. ഏകദേശം ഒരു ഉച്ച സമയത്താണ് കേട്ടോ ഞാൻ പോണത്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികം ഇങ്ങനെ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാലും എൻ്റെതെല്ലാം കഴിയുമ്പോഴത്തേന് ഉച്ച ആയിട്ടുണ്ടാവും. ആ ഒരു ഉച്ച സമയത്ത് തന്നെയാണ് അധികം ഞാൻ പോലുള്ളത്. പിന്നെ ഇന്ത്യ പോസ്റ്റ് ഇവിടെ അടുത്താണ് കേട്ടോ. എനിക്ക് നടക്കണമെങ്കിൽ നടക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, വെയിലും ഒക്കെ ആയതുകൊണ്ട് ഓട്ടോക്ക് പോവും. We wanna chase the night, wanna dance to the light. അങ്ങനെ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് കുറച്ച് ഈ ബാർകോഡ്സ് വേണ്ടിയിരുന്നു. സ്പീഡ് പോസ്റ്റിൻ്റെ ബാർകോഡ്സ് എനിക്കിങ്ങനെ ഇവിടുന്ന് ഷീറ്റായിട്ട് കിട്ടലുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതൊക്കെ ഒട്ടിച്ച് വരികയാണെങ്കിൽ പിന്നെ ഇവിടുന്ന് അതിന് നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ഷീറ്റ് വാങ്ങാനുണ്ടായിരുന്നു. ഇതിപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ ഓർഡേഴ്സ് അയക്കാനുണ്ടാവുമല്ലോ, അതിനൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ ഇവിടുന്ന് തരലുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു. വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാനുള്ളതും അങ്ങനെയൊക്കെ. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഞാൻ കുറച്ചധികം ദിവസമായി വന്നിട്ട്. ഇവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തോ ഒരു ഷോപ്പിലുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത് മാത്രമേ ഉള്ളൂ. വേറെ പുതിയതൊന്നും ഇറക്കണില്ല. കാരണം ഷോപ്പ് എന്തോ റിനോവേറ്റ് ചെയ്യാനോ അതിനെന്തിനോ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പം കുറേ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭാഗ്യത്തിന് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ബ്രെഡും പാലൊക്കെയാണ് വേണ്ടിയത്, അതൊക്കെ കിട്ടി. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ബില്ല് ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് നേരെ ഓട്ടോ കയറി പോവാട്ടോ ചെയ്യണത്. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പോസ്റ്റ് ഓഫീസ് വന്ന് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ഈ ഷോപ്പും. അപ്പോൾ പിന്നെ വേറെ അങ്ങനെ കുറേ സമയമൊന്നും എവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലെത്തി ഫ്രഷ് ആവലും നിസ്കാരവും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഏകദേശം ഒരു 3:15 ആവാനായപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതേപോലെ വെച്ചതേനു. അപ്പോൾ അതൊക്കെ കവർന്ന് മാറ്റുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. ഫസ്റ്റ് ഞാനതേപോലെ ഇതിൻ്റെ തൊലി കത്തിയോണ്ട് പീൽ ചെയ്യാൻ വേണ്ടി നോക്കിട്ടോ. പക്ഷെ അത് നടപടി ആവില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ പീലർ കൊണ്ട് തന്നെ പീൽ ചെയ്തു. അങ്ങനെ ജ്യൂസൊക്കെ റെഡിയാക്കിയിട്ട് 2 ഗ്ലാസ്സിലായിട്ട് ഒഴിക്കുന്നുണ്ട്. എനിക്കും പിന്നെ അമ്ലുവിനും കൊടുക്കാമെന്ന് കരുതി. ഇതിപ്പോൾ ഞാൻ ഓൻ്റെയിൽ മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിങ്ങനെ മാംഗോ പൈനാപ്പിൾ അതിക്കൊന്നും ഷുഗർ ഇടുന്നത് വലിയ ഇഷ്ടമല്ല. അല്ലാതെ തന്നെ ഞാൻ കുടിക്കും. അപ്പോൾ പിന്നെ ഓനക്ക് മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരു വാട്ടർമെലൻ്റെ പീസ് ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചത്, അപ്പോൾ അതും എടുക്കുന്നുണ്ട്. The night's young, it has just begun. അങ്ങനെ പിന്നെ കുറച്ചു നേരം അതൊക്കെ കഴിച്ച് ഫോണിലൊക്കെ നോക്കിയിരുന്നു. We wanna chase the night, wanna dance to the light, pull stars from the sky just too hard. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ ബാഗിലുള്ള ബില്ലും സ്ലിപ്പൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വന്നപ്പോൾ നോക്കിയിട്ടില്ലായിരുന്നു. ഞാൻ എപ്പോൾ പുറത്ത് പോയി വരികയാണെങ്കിലും ബാഗ് ഇതേപോലെ ഇങ്ങനെ എംപ്റ്റി ആക്കലുണ്ട്. കാരണം ഒരു പ്രാവശ്യം പോകുമ്പോഴും ഞാൻ സെയിം ബാഗല്ല യൂസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ള സാധനം ഇതിൽ വെച്ച് മറന്നാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം പുറത്തെടുത്ത് വെക്കും. ഇതിലിപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബില്ലും പിന്നെ ആ ബാർകോഡിൻ്റെ ഷീറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. Laugh so loud as the hours pass. We're gonna do it all. പിന്നെ ഞാൻ കുറച്ചധികം നേരം തന്നെ ഇരുന്നിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യണത്, യൂട്യൂബിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിക്കലുണ്ട് കേട്ടോ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യലുള്ളത് എന്നൊക്കെ. ഞാൻ ഇൻഷോട്ട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യലുള്ളത്. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഇതുവരെ ആ ഒരു ആപ്പ് തന്നെയാണ് യൂസ് ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആപ്സ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കെന്തോ ഇതിൻ്റെ അത്ര വേറെ ഏതും കംഫർട്ടബിളായി തോന്നിയിട്ടില്ല. അപ്പോൾ ഇൻഷോട്ട് തന്നെയാണ് യൂസ് ചെയ്യുള്ളത്. ഭയങ്കര ഈസി ആട്ടോ, ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എത്ര എഡിറ്റിംഗ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു. ഇനിയിപ്പം ബാക്കി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്, അത് പിന്നെ ചെയ്യും. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണ് കേട്ടോ ചെയ്യണത്. Summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky just. ഇതിനത്ര വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഞാൻ വേറെ വെജിറ്റബിൾസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല. ജസ്റ്റ് ആ ഒരു ബോയിൽഡ് എഗ്ഗ് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ കുറച്ച് സോസും കെച്ചപ്പൊക്കെ ആക്കിയിട്ട് എല്ലാം കൂടെ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. Two hearts running wild, we're gonna be. ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിശക്കണ സമയം വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അതുകൊണ്ടാണ് കേട്ടോ അധികം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ ഉണ്ടാക്കൽ. Our hearts beat. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര എന്തോ ഒരു എനർജി കിട്ടിയ പോലെ കേട്ടോ, ഭയങ്കര ആക്റ്റീവ് ആയ പോലെയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടാവും, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവണ ഒരു സമയം. അപ്പോൾ എനിക്കതൊന്ന് വൈകുന്നേരം ഇതേപോലെ എന്തെങ്കിലും നല്ല സ്നാക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ രാവിലെ ഏർലി മോർണിംഗ് ആണ് കേട്ടോ. ആ രണ്ട് സമയത്തും ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ചെയ്യാറും. എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഞാൻ ആ ഒരു സമയത്താണ് അധികം ചെയ്യുക. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake, അങ്ങനെ സാൻഡ്വിച്ച് റെഡിയാക്കിയതിൻ്റെ ശേഷം ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. laugh so loud as the hours pass. We're gonna do it all again. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രം കൂടെ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പണിയാണ് കേട്ടോ പാത്രം കഴുകുക എന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild.
പാത്രമൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ഡ്രസ്സും കൂടെ ഉണക്കാനിടാനുണ്ടായിരുന്നു. ഈ ഒരു സമയം നല്ല രസമാട്ടോ ഇവിടെ ഇരിക്കാൻ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി ഇന്ന്. പിന്നെ ഉണങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് താഴേക്കനെ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ രാത്രി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് പോളറോയിഡ്സ് ഒക്കെ തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചെയ്യാതെന്നത്, ഇത് അങ്ങനെ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒന്നും കൊറിയർ ചെയ്യാനുള്ളതല്ല, ഒരാഴ്ചയ്ക്ക് സമയമുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടെ ചെയ്തിട്ട് അയക്കാമെന്ന് വിചാരിച്ചാൽ മറ്റേത് അയക്കാൻ വേണ്ടി ലേറ്റ് ആവും. മറ്റേത് നാളെ അല്ലെങ്കിൽ ഇന്ന് അയക്കൽ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് വേഗം ചെയ്ത് അയച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ കട്ട് ചെയ്യണത് എല്ലാം ഒരു കസ്റ്റമറിനുള്ളതാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് ബോക്സിലൊന്നും ആക്കണ്ട, എല്ലാം ഒരുമിച്ച് തന്നെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 4 ഷീറ്റാണ് കേട്ടോ ഉള്ളത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു പോളറോയിഡ്സ്. ഒരു സെറ്റ് വാങ്ങിയിട്ട് അത് ഇഷ്ടമായിട്ട് പിന്നെയും ഓർഡർ ചെയ്തിട്ടുള്ള കസ്റ്റമറാണ് കേട്ടോ. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടല്ലോ ഈ കട്ട് ചെയ്തപ്പോൾ ഉള്ളതൊക്കെ, അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫോട്ടോസ് ഓരോന്നായിട്ട് ഇങ്ങനെ നേരെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിങ്ങനെ ബോക്സിലാക്കുന്നതിൻ്റെ മുന്നേ, മീൻസ് പാക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാം ഓരോന്ന് എടുത്ത് നോക്കിയിട്ട് ഇതേപോലെ നേരെയാക്കി വെച്ചിട്ടാണ് കേട്ടോ കൊറിയർ ചെയ്യലുള്ളത്. ആദ്യമൊക്കെ ഞാൻ കറക്റ്റ് എണ്ണ അല്ലേ എന്നൊക്കെ കൗണ്ട് ചെയ്യുമായിരുന്നു. 35 അല്ലേ കൊടുക്കുക, അപ്പം 35 അല്ലേ എന്നൊക്കെ എണ്ണി നോക്കിയിട്ടാണ് പാക്ക് ചെയ്യലുള്ളത്. പക്ഷെ ഇപ്പം ഞാനങ്ങനെ എണ്ണി നോക്കലില്ല കേട്ടോ, കാരണം അതിനുള്ള ഒരു സമയം എനിക്ക് കിട്ടലില്ല. കാരണം ഒരു കസ്റ്റമറിൻ്റെ ഐറ്റംസ് കട്ട് ചെയ്യാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ വേറെ ഷീറ്റും കാര്യങ്ങളൊന്നും അവിടെ അടുത്തൊന്നും വെക്കില്ല, വേറെ ഫോട്ടോസ് അപ്പോൾ കട്ട് ചെയ്യൂല. അത് കഴിഞ്ഞ് അത് ഫുള്ള് സെറ്റ് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടേ അടുത്തത് എടുക്കുള്ളൂ. അപ്പോൾ പിന്നെ അതിന് മിസ്സാവാനോ മിക്സായി പോകാനൊന്നും ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ എണ്ണലൊന്നുമില്ല. അങ്ങനെ അത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ച് ഏതെങ്കിലും എൻ്റെ ഈ ഷെൽഫിൻ്റെ ഏതെങ്കിലും ഒരു ഡ്രോയറിൽ ഇട്ട് വെക്കാണ് കേട്ടോ ചെയ്യലുള്ളത്, ഈ ഒരു ഓർഗനൈസറിൽ. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് എന്തെങ്കിലും ഇതേപോലത്തെ സ്റ്റേഷനറി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കിതിങ്ങനെ പോളറോയിഡ്സ് ഇട്ട് വെക്കാനും അഡ്രസ്സ് കട്ട് ചെയ്തിട്ട് വെക്കാനൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യലുള്ളത്. അതിന് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൽ കുറച്ച് പേപ്പർ ക്ലിപ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ പോളറോയിഡ്സൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.